യുടെ വിളംബരവുമായി ജനസഞ്ചയങ്ങൾ വൈരങ്കോട്ടേക്കെത്തി. നാട്ടുകാരുടെ പ്രിയ ഉത്സവം വൈരങ്കോട് വലിയ തീയാട്ടുത്സവമാണ് വെള്ളിയാഴ്ച നടന്നത്. മതേതരത്വ സങ്കല്പത്തിന് ഊടും പാവും തീർത്താണ് ഇത്തവണയും ഉത്സവം നടന്നത്. പതിനായിരങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാളവരവുകളോടൊപ്പം വൈരങ്കോട്ടേക്കെത്തി. കാടാമ്പുഴയിലെ ജനങ്ങൾ ഈ ഉത്സവത്തെ സ്വന്തം നാടിന്റെ ഉത്സവമായാണ് ഈ വർഷവും കണ്ടത്. എല്ലാവരുടെയും ഈ ഒരു ദിവസം വൈരങ്കോട്ട് ഉത്സവത്തിനായി മാറ്റിവെച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ദേശത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കാളവരവും അതിന്റെ ഒപ്പം വിവിധ ദൈവിക വേഷങ്ങളാൽ പഞ്ചവാദ്യം, ശിങ്കാരിമേളം, മറ്റ് മേളങ്ങൾ, ബാൻഡ് തുടങ്ങിയവയുടെ പ്രയോഗവും ഉത്സവത്തിന് പകിട്ടേകി. വേടൻ, കാട്ടാളൻ, തിറ, പൂതൻ, കരിങ്കാലി, വൈക്കോൽപൂതം തുടങ്ങി വിവിധ വേഷങ്ങൾ കെട്ടി വർണ്ണാഭമായാണ് ഓരോ കമ്മിറ്റിയും തങ്ങളുടെ കാളകളെ വൈരങ്കോട്ടേക്ക് എത്തിച്ചത്. കാടാമ്പുഴയിലും മറ്റുമായി റോഡിന് ഇരുവശത്തും പതിനായിരക്കണക്കിന് നാട്ടുകാരാണ് കാളവരവുകൾ കാണാനെത്തിയത്. യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ലാതെ വലിയൊരു ജനക്കൂട്ടം ഒരൊറ്റ മനസ്സും ഒരൊറ്റ ചിന്തയുമായി അടിവെച്ച് മുന്നേറുന്ന കാഴ്ച നയനമനോഹരമായിരുന്നു. വൈരങ്കോട് തീയാട്ടുത്സവത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ആഴ്വഞ്ചേരി മനക്കൽ നിന്ന് ഇത്തവണയും ഗംഭീര കാളവരവ് തന്നെ നടന്നു. വിശ്വാസത്തിന്റെയും ഏകത്വ ഭാവത്തിന്റെയും പാരമ്പര്യമാണ് ഈ വരവുകളെന്നാണ് സങ്കല്പം. മലബാറിലെ മതേതരത്വ കാഴ്ചപ്പാടിന്റെ അടയാളപ്പെടുത്തലായി മാറിയ വൈരങ്കോട് വലിയ തീയാട്ട് വർണ്ണശബളമായി മാറി. ഞായറാഴ്ച മലമുറിയോടെ തുടങ്ങിയ ഉത്സവം ഈ വർഷവും വൻ ജനപങ്കാളിത്തം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി. ദേശങ്ങളിലെ വീടുകളിൽ കയറി വൈരങ്കോട് ഭഗവതി ഐശ്വര്യം പ്രാധാന്യം ചെയ്യുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടയാളപ്പെടുത്തലുമാണ് വൈരങ്കോട് തീയാട്ടുത്സവം. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ കാളവരവുകൾ വൈരങ്കോട് എത്തിച്ചേർന്ന് ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ചടങ്ങുകൾ പ്രത്യേകതയുള്ളതാണ്. ആദവനാട് ആഴ്വഞ്ചേരി മനയിൽ നിന്ന് വരുന്ന കാളവരവ് എത്തിയാലുടൻ വൈരങ്കോട് ഭഗവതി പ്രസാദിക്കുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ തുറക്കാത്ത ഒരു വാതിൽ വർഷത്തിൽ ഒരു ദിവസം തുറക്കുമെന്നും വിശ്വാസികൾ വിശ്വസിക്കുന്നു. ആദവനാട് വരവ് വരുന്നതോടെ ക്ഷേത്രാങ്കണം ഭക്തജനങ്ങളെ കൊണ്ട് നിറയും. ഇത്തവണ 13 വരവുകളാണ് ആദവനാട്ടിൽ നിന്നും വൈരങ്കോട് എത്തിയത്. സ്ഥലം ആർടിഐയുടെ അനുമതിയോടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ആഴ്വഞ്ചേരി മനയിൽ നിന്ന് വരവുകൾ വൈരങ്കോട്ടേക്ക് തിരിച്ചത്. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് വൈരങ്കോട് വലിയ തീയാട്ടുത്സവം. ഗൃഹാതുരത്വ സ്മരണയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ വിവിധ കച്ചവടക്കാരാണ് ക്ഷേത്ര സമീപത്തെ പറമ്പിൽ കഴിഞ്ഞ ദിവസം തന്നെ തമ്പടിച്ചിരുന്നത്. പണ്ടുകാലം മുതൽക്ക് തന്നെ കാർഷിക സംസ്കൃതിയുടെയും വിളവെടുപ്പിന്റെയും ദിനമെന്നാണ് തീയാട്ടു ദിനത്തെ അറിയപ്പെടുന്നത്. ചിറ, തോട്, കുളം എന്നിവിടങ്ങളിൽ വളർത്തുന്ന മത്സ്യങ്ങളെ ഒരു വർഷത്തിൽ വിളവെടുക്കുന്ന ദിവസം കൂടിയായിരുന്നു വൈരങ്കോട് വലിയ തീയാട്ടുത്സവ ദിനം. മത്സ്യം വിൽക്കാനും വാങ്ങാനുമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് തീയാട്ടു ദിനത്തിൽ വൈരങ്കോട്ടെത്താറുള്ളത്. നീറുമീൻ പ്രിയർ മൊത്തമായാണ് മത്സ്യം വാങ്ങിച്ചു മടങ്ങാറുള്ളത്. പുറം മാർക്കറ്റിനേക്കാൾ 2 ഇരട്ടിയോളം വില വർധനവുണ്ടെങ്കിലും ഇതൊന്നും കാര്യമാക്കാതെ മത്സ്യം കൊള്ളുന്ന പഴമക്കാർ ഇപ്പോഴും വൈരങ്കോട് എത്തുന്നുവെന്നതാണ് തീയാട്ടുത്സവത്തെ മീൻ വിപണിയുടെ പ്രത്യേകത. മുമ്പ് കാലങ്ങളിൽ നീറുമീൻ ഇഷ്ടാനുസരണം ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പുഴ മത്സ്യവും ടാങ്കിൽ വളർത്തുന്ന മത്സ്യങ്ങളുമാണ് വിൽപ്പനയ്ക്കെത്തുന്നത്. എന്നാലും ആവശ്യക്കാരുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങളില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കനലാട്ടം സമാപിക്കുന്നതോടെയാണ് നീറുമീൻ കച്ചവടം അതിന്റെ പാരമ്യതയിലെത്തുക. ഉത്സവം കാർഷിക വിളവെടുപ്പിന്റെ പ്രതീകമായതിനാൽ കാർഷിക ഉപകരണങ്ങളും മൺപാത്രങ്ങളും വൈരങ്കോട് തീയാട്ടുത്സവ പറമ്പിൽ സുലഭമായി ലഭിക്കും. കാളകൾക്ക് വെള്ളം കൊടുക്കുന്ന ചാടി മുതൽ മൺകൂജ വരെ ലഭിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ഉത്സവത്തിനുണ്ട്. കാലം മാറുന്നു, ജീവിതശൈലിയും മാറുന്നു. എന്നാലും ഈ നാട്ടുകാർക്ക് വൈരങ്കോട് തീയാട്ടുത്സവത്തെ മറക്കാനാവുന്നില്ല. സ്പെഷ്യൽ റിപ്പോർട്ട്. കാള, തിറ, പൂതൻ, കാട്ടാളൻ, വിവിധ വേഷങ്ങൾ, വൈക്കോൽപൂതൻ, പറപ്പൂതം, വേടൻ ഇത്തരത്തിൽ ആരിലും അത്ഭുതം ജനിപ്പിക്കുന്ന കാഴ്ചകളൊരുക്കിയാണ് ഇത്തവണയും വൈരങ്കോട് വലിയ തീയാട്ടുത്സവത്തിന് സമാപനമായത്. കാർഷിക സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളിൽപ്പെട്ട ഒന്നാണ് വൈരങ്കോട് വലിയ തീയാട്ട്. ഉഷ്ണകാലത്ത് നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ വേണ്ടി നടത്തിയ ഈ ഉത്സവം ഇന്നും നാട്ടുകാർ പ്രായവ്യത്യാസമില്ലാതെ നെഞ്ചിലേറ്റി ലാളിക്കുന്നതിന്റെ തെളിവാണ് ഇതിലെ വൻ ജനപങ്കാളിത്തം. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതേതരത്വ കാഴ്ചപ്പാടിന്റെയും ഉത്തമ ഉദാഹരണമായ വൈരങ്കോട് വലിയ തീയാട്ടുത്സവം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിൽ
തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എത്ര തവണ കണ്ടാലും ഈ ഉത്സവത്തിന്റെ പകിട്ട് ഒരു കാലത്തും മാറില്ലെന്നതാണ് വസ്തുത. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആകാംക്ഷയുടെ ഈ കണ്ണുകൾ. ഇവ ഇനിയും നിലനിൽക്കുക തന്നെ ചെയ്യും, മായാതെ അടുത്ത തലമുറയിലൂടെ അടുത്ത വർഷവും. തൃപ്രങ്ങോട് പഞ്ചായത്ത് 4-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വിജയം. 142ന്റെ ഭൂരിപക്ഷത്തിനാണ് ലീഗ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടത്. UDFിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കോടത്ത് സുലേഖയ്ക്ക് 9204 വോട്ടും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി അത്തിക്കൽ നസീമയ്ക്ക് 388 വോട്ടുമാണ് ലഭിച്ചത്. 142 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥിയുടെ വിജയം. വാർഡിൽ 1255 വോട്ടർമാർ ഉണ്ടെങ്കിലും 924 വോട്ടാണ് പോൾ ചെയ്തത്. വിജയിച്ച കോടത്ത് സുലേഖയെ UDF നേതാക്കൾ ഹാരാർപ്പണം നടത്തി. ശേഷം തൃപ്രങ്ങോടും കൈനിക്കരയിലും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും നടത്തി. മുസ്ലിം ലീഗിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ഫാത്തിമത്ത് നസീമ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. LDFിൽ നിന്നും 284 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മുൻ മെമ്പർ ഫാത്തിമത്ത് നസീഹ വാർഡ് പിടിച്ചെടുത്തത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ ഭൂരിപക്ഷം നേർപകുതിയായി കുറഞ്ഞത് പ്രവർത്തകരെയും UDF നേതാക്കളെയും വ്യത്യസ്ത അഭിപ്രായത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡിലെ മാർക്ക് തട്ടിപ്പ് സംഘത്തെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് PS ജോയ് ആവശ്യപ്പെട്ടു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെമിസ്ട്രി